ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻഎഫ് കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഇനി ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 4 മണിക്ക് നമുക്ക് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. 2 ദിവസം മുമ്പ് ലെഫ്റ്റ് ഓവർ റൈസ് ഉപയോഗിച്ചിട്ടുള്ളൊരു ടൊമാറ്റോ റൈസിൻ്റെ വീഡിയോ കൂടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബൗളിൽ നിറയെ ചോറ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉച്ചക്കത്തെ ബാക്കിയുള്ള ചോറാണ്. ഞാനിവിടെ കുറുവ റൈസിൻ്റെ ചോറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് റൈസ് വെച്ചിട്ടാണോ ചോറുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതെടുക്കാം. മട്ട റൈസ് ആയാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചോറൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒട്ടും തന്നെ തരികളില്ലാതെ നല്ല മയത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ടൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചോറ് മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ ചോറ് അടിഞ്ഞ് കിട്ടില്ല. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല മയത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അരഞ്ഞ് കിട്ടാൻ വേണ്ടി ഒരു പ്രയാസവും. ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലോട്ട് ചേർക്കാനുണ്ട്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറ് അരച്ചത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് ഒരു സവാളയാണ്. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കൂടുതലായിട്ട് തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും. ഞാനിവിടെ ഓൾറെഡി വറുത്ത് പൊടിച്ച് വെച്ച ജീരകമാണ്. പൊടിച്ചതില്ലെങ്കിൽ കൈവച്ചിട്ട് കുറച്ചൊന്ന് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലൊരു 1/4 കപ്പ് മൈദയും 2-3 ടേബിൾ സ്പൂൺ വരെ അരിപ്പൊടിയും 1/4 കപ്പ് കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടി കൈവച്ചിട്ട് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുഴച്ച് കഴിഞ്ഞിട്ട് തിക്കായിട്ടാണ് ബാറ്റർ ഉള്ളതെങ്കിൽ മാത്രം ആവശ്യത്തിന് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ചോറരച്ചതും അതുപോലെ തൈരിൻ്റെയൊക്കെ നനവ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ചോറരച്ച മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ കയ്യിൽ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഡയറക്റ്റായിട്ട് ചേർക്കുമ്പോൾ കൂടുതലായി പോവും. കണ്ടല്ലോ, ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് നുള്ളിയെടുക്കാൻ കിട്ടണം. ഇങ്ങനെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അധികം ലൂസായി പോയി കഴിഞ്ഞാൽ ഓയിൽ കുടിക്കും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അതുപോലെ ഇതേ തിക്നെസ്സിൽ തന്നെ വേണം നിങ്ങൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരം മാത്രം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 10 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ ബാറ്ററിൽ നിന്നും ഇതുപോലെ കുറേശ്ശെ നുള്ളിയെടുത്തിട്ട് നമുക്ക് ഓയിലിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ, ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വരും. അതുവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് കുറച്ച് അരിപ്പൊടി ചേർത്തിരിക്കുന്നത്.
ഞാനിവിടെ ഒറോട്ടിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ പത്തിരിപ്പൊടിയാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതിൻ്റെ ഒരു വശം ഒന്ന് കുക്കായി വരുന്ന ടൈമിൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിട്ടാണല്ലോ ഉള്ളത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന ടൈമിൽ എല്ലാം വിട്ട് വന്നോളും. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഇതുപോലെ ഒട്ടിപ്പിടിച്ചതുപോലെ തോന്നുന്നത്. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ എല്ലാം വേറെ വേറെ ആയിട്ട് വന്നോളും. നല്ലൊരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ സ്നാക്ക്. ഇതിൻ്റെ കൂടെ ചട്നിയോ അല്ലെങ്കിൽ സോസോ എന്തെങ്കിലും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റാണ്. ഞാനിതിൻ്റെ കൂടെ ഒരു കോക്കനട്ട് ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു സിമ്പിളായിട്ടുള്ള ചട്നിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചിട്ട് പല റെസിപ്പികളും നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ലെഫ്റ്റ് ഓവർ റൈസ് ഉപയോഗിച്ചിട്ടൊരു ടൊമാറ്റോ റൈസാണ് തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കണ്ടു നോക്കണം. നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പി തന്നെയായിരുന്നു അത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാനിവിടെ ഫ്രൈ ആയിട്ട് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എല്ലാവരുടെ വീട്ടിലും ബാക്കി വന്ന ചോറ് എന്തായാലും ഒരു പ്ലേറ്റ് ചോറെങ്കിലും ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് വീണ്ടും പിറ്റേന്ന് ചോറ് തന്നെ ഉണ്ടാക്കിയെടുക്കാതെ ഇതുപോലുള്ള വെറൈറ്റീസൊക്കെ ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും വളരെ ഇഷ്ടമായിരിക്കും. ഇത് ചോറാണെന്ന് ആർക്കും മനസ്സിലാവില്ല. ഇനി നമുക്ക് ആരെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പോലും ഇതുപോലുള്ള സ്നാക്കൊക്കെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ഇത് ചോറാണെന്നൊന്നും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയല്ല. അപ്പോൾ നമ്മുടെ സ്നാക്ക് മുഴുവനായിട്ട് ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കോക്കനട്ട് ചട്നി കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ചട്നിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ അതിനെടുത്തിരിക്കുന്നത്. അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം എരിവിനായിട്ട് ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് തൈരാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണിത്. പുളി ഇല്ലാത്തതാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. നന്നായിട്ട് സ്മൂത്തായിട്ട് അരക്കരുത്, ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതിയാവും. ഇതൊരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് കടുകും അതുപോലെ ചുവന്ന മുളകും കൂടി കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് വറുത്തിട്ട് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചട്നി തയ്യാറാക്കുന്നില്ലെങ്കിൽ ടൊമാറ്റോ സോസ് കൂട്ടിയിട്ടും നിങ്ങൾക്ക് ഈ സ്നാക്ക് കഴിക്കാവുന്നതാണ്. അല്ലാതെ ഒന്നുമില്ലെങ്കിലും വെറുതെ നമുക്ക് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ സ്നാക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് ഞാൻ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കണമെങ്കിൽ ആ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും. താങ്ക് യു.